വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഉദ്യോഗാർത്ഥികളും ആശാ വർക്കർമാരും ഉൾപ്പെടെ നിസ്സഹായരായ ഒരു കൂട്ടം ആളുകളുടെ കണ്ണുനീരിലാണ് LDF സർക്കാർ 4ാം വാർഷികം ആഘോഷിക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. വിവിധ സമരങ്ങളോട് തികച്ചും നിഷേധാത്മകമായ സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം വെച്ചു പുലർത്തുന്നതെന്നും MT രമേശ് പറഞ്ഞു. കാസർഗോഡ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നടന്നുവരുന്ന വിവിധ സമരങ്ങൾക്കെതിരെയുള്ള LDF നിലപാട് അവരുടെ കമ്മ്യൂണിസ്റ്റ് സ്വഭാവം നഷ്ടമായതിന് തെളിവാണ്. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കുമ്പോൾ ഉദ്യോഗാർത്ഥികളെ സമാശ്വസിപ്പിക്കുന്നതിന് പകരം സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി നോക്കാൻ ആവശ്യപ്പെടുന്നത് അനുചിതവും അപമാനിക്കുന്നതിന് തുല്യവുമാണ്. ആശാവർക്കർമാരുടെ സമരം 2 മാസം പിന്നിടുമ്പോഴും സമാനമായ നിലപാടാണ് LDF സർക്കാർ സ്വീകരിച്ചത്. വനിതാ സിവിൽ പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ജേതാക്കളുടെ വിഷയത്തിൽ ഉൾപ്പെടെ ഇടപെടാൻ വിസമ്മതിച്ച DYFI പിരിച്ചുവിടാൻ സമയമായെന്നും യുവജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ മടിക്കുന്ന യുവജന സംഘടന നാടിന് ആവശ്യമില്ലെന്നും ഒരുപക്ഷെ ലഹരി മാഫിയയ്ക്ക് ഇത്തരം ഒരു സംഘടന ആവശ്യമായി വന്നേക്കാമെന്നും MT രമേശ് പരിഹസിച്ചു. അവരുടെ ഏറ്റവും ന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളോട് അങ്ങേയറ്റം പരിഹാസ രൂപത്തിലാണ് മന്ത്രിമാരും മുഖ്യമന്ത്രിയുമെല്ലാം പ്രതികരിച്ചിരുന്നു. അവരെന്തോ മഹാപാതകം ചെയ്തു എന്ന മട്ടിലാണ് ചില മന്ത്രിമാരും CPM നേതാക്കന്മാരും എല്ലാവരും പ്രതികരിച്ചത്. പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്ന് നിയമന ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് അവർ. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവർക്ക് ജോലി കിട്ടണമെന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം. സർക്കാർ പറയുന്നത് 35% ആളുകളെ ഞങ്ങൾ നിയമിച്ചു, ബാക്കി ആളുകളെ നിയമിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ റാങ്ക് ലിസ്റ്റിന്റെ ആവശ്യം എന്തായിരുന്നു? കേരളത്തിൽ പോലീസ് സേനയിൽ ഒഴിവുകൾ ഇല്ലാഞ്ഞിട്ടല്ലല്ലോ. ഒഴിവ് വരുന്നപ്പോ അത് 1 മാസത്തിനുള്ളിൽ PSCക്ക് റിപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് സർക്കാരിന്റെയും ഉത്തരവാണ്. കോടതിയും ആ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. BJP സംസ്ഥാന അധ്യക്ഷന്റെ കേരള യാത്രയും വികസിത് കേരള കൺവെൻഷനും ഏപ്രിൽ 21 മുതൽ മെയ് 10 വരെയുള്ള തീയതികളിൽ കേരളത്തിലെ 30 സംഘടനാ ജില്ലകളിലും നടക്കുമെന്നും MT പറഞ്ഞു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.